നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയിൽ 3 പേരുടെ ജീവനെടുത്ത അപകടം വളരെ നടുക്കുന്ന അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. ഡ്രൈവർക്ക് ടിപ്പർ ലോറി ഓടിക്കാൻ ലൈസൻസ് ഇല്ല എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ 3 പേരുടെ ജീവൻ നഷ്ടമായതിനു ശേഷം കണ്ടെത്തിയിരിക്കുന്നത്. 1 മാസം മുൻപാണ് ചവറ സ്വദേശിയായ ഡ്രൈവർ നിസാം ഗൾഫിൽ നിന്ന് വന്നത്. 16 വർഷം പഴക്കമുള്ള വാഹനം പലതവണ നിയമലംഘനങ്ങൾക്ക് പിടികൂടിയിട്ടുള്ളതാണ്. വാഹനത്തിന്റെ GPS സംവിധാനം ഓഫ് ആക്കിയ നിലയിലാണ് കണ്ടെത്തിയതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഈ അപകടത്തിന് കാരണം അമിത വേഗമായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി RTO സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായ സമയത്ത് പരിശോധന നടത്താത്തത് കൊണ്ടാണ് അപകടം നടന്നതെന്ന് ആരോപിച്ച് പ്രദേശവാസികളടക്കം സംഭവ സ്ഥലത്ത് പ്രതിഷേധിച്ചിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് അവർ തട്ടിക്കയറുന്ന സാഹചര്യമുണ്ടായി. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതി ശാന്തമാക്കി. മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമാകുന്നു. 3 ജീവനുകൾ നഷ്ടമായതിനു ശേഷമല്ല ഇത്തരത്തിൽ പിഴവുകൾ ഉണ്ടായി എന്നത് കണ്ടെത്തേണ്ടത്. എന്തായാലും വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കൊട്ടാരക്കര നീലേശ്വരത്തുണ്ടായ ടിപ്പർ അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിഞ്ഞു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. കുടവട്ടൂർ സ്വദേശി ഹരിലാൽ 54, കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥി പാർത്തിബ് 15 വയസ്സ്, നീലേശ്വരം മുക്കോണിമുക്ക് സ്വദേശിയായ അജയ് കുമാർ 45 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഹരിലാൽ ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. മകനെ ബസ് കയറ്റി വിടാൻ വന്നതാണ് അപകടത്തിൽ മരിച്ച അജയ് കുമാർ. ഋഷഭ് 15 വയസ്സ്, കൗശിക് 15 വയസ്സ്, നവനീത് 13 വയസ്സ്, ജിബിമോൾ 15 വയസ്സ്, ലോറി ഡ്രൈവർ നിസാം 40 വയസ്സ്. ഇവരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഋഷഭും കൗശികും മെഡിസിറ്റിയിലും, നിസാം ഗോകുലം മെഡിക്കൽ കോളേജിലും, നവനീതും ജിബിമോളും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. പരിക്കേറ്റ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡ്രൈവർ നിസാമിനും സാരമായ പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. 8ഓളം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. മറ്റുള്ളവരുടെ പരിക്കുകൾ നിസ്സാരമാണ്. ലോറി അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ അടക്കം മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിക്കുകയുണ്ടായി. ടിപ്പർ മറിഞ്ഞതോടെ ലോറിയിലുണ്ടായിരുന്ന മണ്ണ് മറിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ടവർ അതിനടിയിൽ കുടുങ്ങുകയായിരുന്നു. മതിലിനോട് ചേർന്ന് ബസ് കാത്തു നിന്നവരാണ് അപകടത്തിൽ പെട്ടത്. നിയന്ത്രണം വിട്ട ലോറി മതിലിലേക്ക് പാഞ്ഞു കയറി ഇടിച്ചു മറിയുകയായിരുന്നു. ഇതേ തുടർന്ന് ബസ് സ്റ്റോപ്പും അതിലും ഇടിഞ്ഞും അപകടത്തിൽപ്പെട്ടവരുടെ ദേഹത്തേക്ക് പതിച്ചിരുന്നു. ബസ് കാത്തു നിന്നവരാണ്. 7:10 വരേണ്ട ബസ് 2 മിനിറ്റ് വൈകിയാണ് വന്നത്. 7:12 ഈ ബസ് വന്നത്. ആ ബസ് അല്പം നേരത്തെ വന്നിരുന്നുവെങ്കിൽ ചിലരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു എന്ന ഒരു പരിവേദനമൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട്. പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തായാലും ഈ ബസ് വരുന്നതിന് തൊട്ട് മുമ്പാണ് അപകടമുണ്ടായത്. ബസ് സ്റ്റോപ്പിൽ 15ഓളം പേർ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ആൺകുട്ടികൾ നിന്നിരുന്ന ഭാഗത്തേക്കാണ് ടിപ്പർ ലോറി ഇരച്ചെത്തിയത്. കൂട്ടം കൂടി നിന്ന വിദ്യാർത്ഥികൾ ഏതാനും പേർ ഹോംവർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബുക്ക് എടുക്കാനായി മാറി നിന്നതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ഒരുക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ആരോഗ്യമന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക സംഘത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. ജനറൽ സർജറി, ന്യൂറോ സർജറി, ഓർത്തോ, തൊറാസിക് സർജറി, ഡെന്റൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഉൾപ്പെടുന്നതാണ് പ്രത്യേക സംഘം. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. പരിക്കേറ്റവർ ചികിത്സയിലുള്ള സ്വകാര്യ ആശുപത്രികളുമായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം പാസ് ഉണ്ടായിരുന്ന ലോറിയാണോ ഇതെന്ന് പരിശോധിക്കുമെന്ന് അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ പ്രതികരിക്കുകയുണ്ടായി. ഇത് അപകടം നടക്കേണ്ട സ്ഥലമല്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP വ്യക്തമാക്കി. തിരക്കുള്ള റൂട്ടല്ല ഇത്. പോലീസിന് വെട്ടിച്ച് മണ്ണ് കടത്താനുള്ള ശ്രമമായിരുന്നു എന്നാണ് സംശയമെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി. ഇതിനിടയിൽ മറ്റൊരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സംഭവത്തിൽ പരിക്കേറ്റ കൗശിക് എന്ന വിദ്യാർത്ഥിയെ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ നിന്ന് കൗശിക്കിനെ തിരുവനന്തപുരത്ത് അനന്തപുരി ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അഭ്യർത്ഥന മാനിച്ചാണ് കൗശിക്കിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആശുപത്രിയിലെത്തിയ മന്ത്രിമാരായ PC വിഷ്ണുനാഥിനോടും ബിന്ദു കൃഷ്ണയോട് കൗശിക്കിന്റെ മാതാപിതാക്കൾ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. വേണ്ട സൗകര്യങ്ങൾ ചെയ്യാമെന്ന് മന്ത്രിമാർ വാഗ്ദാനം നൽകിയതിന് പിന്നാലെയാണ് കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള നടപടികൾ ഉണ്ടായത്. എന്തായാലും നിർണായകമായ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വാഹനം ഓടിച്ചിരുന്നയാൾക്ക് ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് തിലു വ്യക്തമാക്കിയിരിക്കുന്നു. ഹെവി ലൈസൻസ് ഇല്ലാത്തയാളാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇത്തരം വാഹനം ഓടിച്ച് തഴക്കം വന്നിട്ടില്ലാത്തയാളാണ്. ഈ ഡ്രൈവർ കുറേ കാലമായി ഗൾഫിലായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്ന് പരിചയമില്ലാത്ത വാഹനം ഓടിച്ചതിൻ്റെ ഫലമായാണ് ഈ അപകടം നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
ടി റോഡിൽ നിന്ന് ഇറങ്ങി പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചിട്ടില്ല. വാഹനത്തിന്റെ VLTD പ്രവർത്തിക്കുന്നതായി കാണിക്കുന്നില്ല, അതായത് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. അത് ഉടമസ്ഥർ ഡിസ്കണക്ട് ചെയ്തതാണോ എന്ന സംശയമുണ്ട്. വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതിനും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് RTO വ്യക്തമാക്കി. 2024 മുതൽ ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഈ വാഹനം ഓടിയിരുന്നതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 2 മാസം മുമ്പ് ഏപ്രിൽ 2-നാണ് ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് പുതുക്കിയിരിക്കുന്നത്. അപ്പോഴും വാഹനത്തിന്റെ GPS സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താതെയാണ് ഫിറ്റ്നസ് നൽകിയത്. ഈ വിഷയത്തിലെല്ലാം മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കടുത്ത ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുകയാണ്. 17 വർഷം പഴക്കമുള്ള വാഹനമാണ്. അറ്റകുറ്റപ്പണികളൊന്നും കൃത്യമായി നടത്തിയിട്ടില്ല. മാത്രമല്ല ഈ വാഹനം പതിവായി നിയമം ലംഘിച്ചിരുന്നു. നിയമലംഘനം നടത്തിയതിന് നിരവധി ചെല്ലാൻ ലഭിച്ചിട്ടുള്ള വണ്ടിയാണിത്. ഇതിൽ പലതും ഇപ്പോഴും അടച്ചിട്ടുമില്ല. 2024 ഫിറ്റ്നസ് കാലാവധി അവസാനിച്ചിട്ടും നിരന്തരം ഓടുകയും പലതവണ പലതരത്തിലുള്ള നിയമലംഘനങ്ങളുടെ പേരിൽ പിടിക്കപ്പെടുകയും ചെയ്തിട്ടും വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന് പോലീസോ മോട്ടോർ വാഹന വകുപ്പോ പരിശോധിച്ചിട്ടില്ല എന്നത് ഗുരുതര വീഴ്ചയാണ്. ഈ വർഷം ജനുവരി 30-ന് ഈ നിയമലംഘനത്തിന് പ്പോഴും 250 രൂപ പിഴ അടിപ്പിച്ച് വാഹനം വിട്ടുകൊടുക്കുകയാണ് ചെയ്തതെന്ന വലിയ വീഴ്ച കൂടി സംഭവിച്ചിരിക്കുകയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും. ഇത്തരത്തിൽ ചെറിയ പിഴത്തുകകൾ അടച്ച് രക്ഷപ്പെട്ടു പോരുകയായിരുന്നു വാഹന ഉടമ. ഒടുവിൽ റവന്യൂ റിക്കവറിയായി വാഹനം ഏറ്റെടുക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് 2 മാസം മുമ്പ് ടിപ്പറിന്റെ ടാക്സ് അടച്ചു പുതുക്കാൻ വാഹന ഉടമ തയ്യാറായത്. അതിനു മുന്നേ വരെ ഇതേ വാഹനം ഇതുവഴിയിലൂടെ ഇത്തരത്തിൽ ചീറിപ്പാഞ്ഞിരുന്നു എന്നത് പോലീസിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ അനാസ്ഥയാണ് കാണിക്കുന്നത്. അതേസമയം വാഹനം അതിവേഗത്തിലാണ് വന്നത്, അമിത വേഗത്തിലാണ് വന്നതെന്ന് ദൃക്സാക്ഷിയായ ഒരു വീട്ടമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി. ഞാൻ അമ്പത്തിപ്പൂരായിട്ട് വന്നതായിരുന്നു. അന്നേരം ഇവിടെ കുറെ പിള്ളേരൊക്കെ നിൽപ്പുണ്ടായിരുന്നു, സ്കൂൾ കുട്ടികളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അന്നേരം പിന്നെ അവിടെ നല്ല അമിത സ്പീഡിൽ വന്നെയായിരുന്നു ടിപ്പർ. മണ്ണും കെട്ടിക്കൊണ്ട് വന്നതായിരുന്നു. അങ്ങനെ ആ വന്ന ടിപ്പർ നല്ല ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാൻ ഞാൻ എന്താണെന്ന് അറിയാം, നല്ല സ്പീഡിന് വന്നതായിരുന്നു. ഇവിടെ വന്ന് ആ പിള്ളേർ ഏതോട്ട് അങ്ങ് ഇടിച്ച് വീഴുമായിരുന്നു. അവിടെ നിന്ന് കണ്ടായിരുന്നു ഒരു ബുള്ളറ്റും കൂടെ വരുന്നുണ്ടായിരുന്നു. എവിടുന്നാന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല ഏത് വഴിയാ. ഇവിടെ 10-12 പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് അവരെയും ഇടിച്ചെത്തി. അപ്പൊ എന്റെ കൂടെ ഇന്ന് 2-3 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ അവരെയും കൂടെ പെട്ടെന്ന് വലിച്ചെടുത്തോണ്ട് അങ്ങ് പോയി. അങ്ങനെ ഞാനും ആ പിള്ളേരും കൂടെ അങ്ങ് രക്ഷപ്പെട്ടു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വന്ന് ആ ടിപ്പർ വന്നങ്ങ് ഇടിച്ച് ആ മണ്ണെല്ലാം കൂടെ അവരുടെ ദേഹത്തായി പോയി. ആ യാത്ര വന്ന കടയായിരുന്നു. അതൊരു സാറും കണ്ടാന്നാ പറയുന്നത്. ഇല്ല, അവരെല്ലാരെയും കൊണ്ട് കുറെ പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറയുന്നു. NSലും പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയെന്ന് പറയുന്നു. ആ ഭാഗത്തു നിന്നാണ് വന്നോണ്ടിരുന്നത്, നല്ല അമ്പലപ്പുറം ഭാഗത്തുനിന്ന്. ഇങ്ങനെ വന്ന് വളച്ചെടുത്തോണ്ട് പോവുമായിരുന്നു. അപ്പോഴാണ് ബാലൻസ് തെറ്റി അത് മറിയുമായിരുന്നു ആ വണ്ടി. വളച്ച് നല്ല വേഗത്തിലായിരുന്നു വന്നത് ടിപ്പർ. ഇവിടെ 10-12 പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇവിടെ വണ്ടി 7-10 വണ്ടിയുണ്ട്. അതിനകത്ത് പോകുന്ന പിള്ളേരായിരുന്നു ഇവിടെ. ആ വണ്ടി വരുന്നതിന് 2 മിനിറ്റ് മുന്നായിരുന്നു ഈ ആക്സിഡന്റ് നടക്കുന്നത്. 7-8. അത് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇല്ല തുറന്നിട്ടില്ല. പിന്നെ അവിടുത്തെ ഹോട്ടൽ തുറന്നിട്ടുണ്ടായിരുന്നു, അതേ ഉള്ളായിരുന്നു. നേരം അധികം തുറന്നിട്ടില്ലായിരുന്നു. പേരെങ്ങനെയാണ്? അഞ്ജലി. ദിവസം ബസ്സിൽ പോകുന്നത്? ഞാൻ അമ്പത്തിപ്പനായിട്ട് വന്നു. ഞാൻ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച പോവാം. അപ്പൊ അതിന് മുന്നേ അമ്പത്തി പോവാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്നെയായിരുന്നു. നിന്ന വഴിക്കാണ് ഞാൻ 7-10 ബസ്സിനകത്ത് പോകാൻ നിന്നതാ. അപ്പൊ അവിടെ നല്ല സ്പീഡിന് വന്ന ടിപ്പർ മണ്ണും കയറ്റി കൊണ്ടുകൊണ്ട് വന്നതാ. നല്ല സ്പീഡിന് വന്ന് ഇവിടുന്ന് വളയ്ക്കും എന്തോ ചെയ്തതെന്ന് അറിയത്തില്ല. വന്ന് ആ പിള്ളേരുടെ നിപ്പുണ്ട്, 10-12 പിള്ളേർ നിപ്പുണ്ട്. ഞാൻ ഇന്ന് ഈ സൈഡിൽ നിൽക്കുന്നതാ. ഇന്ന് ഞാൻ അവിടെ നിൽക്കുന്ന കുറച്ച് അങ്ങോട്ടും കയറി നിന്നു, മുന്നോട്ട് മാറി നിന്നു ഞാൻ. അന്നേരം ആ വണ്ടി ഇവിടെ വന്ന് അങ്ങ് നിറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് കണ്ട് ബുള്ളറ്റും വരുന്നുണ്ടായിരുന്നു. ആ ബുള്ളറ്റിനെയും കൊണ്ടുവന്ന് അങ്ങ് ഇടിച്ച് കൊണ്ടുപോയത്. പിന്നെ എന്റെ അടുത്ത് 2 പെണ്ണുങ്ങൾ ഇപ്പൊ ഉണ്ടായിരുന്നു, കൊച്ചുകുട്ടികൾ ഇപ്പൊ ഉണ്ടായി. ഞാൻ അവരെയും കൊണ്ട് അങ്ങ് ഓടി. ഞാൻ എന്തായാലും ഞങ്ങൾക്ക് അവർക്ക് കാലിനെ കണ്ട് എന്തോ ഒരു ഇഞ്ചുറി ഉള്ളതെന്നാ പറയുന്നത്. കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല.